പിണക്കമുണ്ടെങ്കിൽ അവിടെ ഇണക്കവും ഉണ്ട് എന്നാണ് പറയുന്നത്. ചില പിണക്കങ്ങൾ തീരുവാനായിട്ട് ചിലപ്പോൾ ഒരു മരണം തന്നെ സംഭവിക്കേണ്ടി വരും അല്ലേ. ചിലർ അതിൽ ഭയങ്കര വാശിയാണ്. ചിലപ്പോൾ മരിക്കും, ചിലർ വേണമെങ്കിൽ മരിക്കുന്ന സമയത്ത് പോലും കാണാത്ത രീതിയിലായിരിക്കും അവരുടെ വാശി. രണ്ടുപേര് തമ്മിൽ പിണങ്ങിയാൽ ഞാൻ ചാകുന്നിടം വരെ നിന്നോട് മിണ്ടത്തില്ലെന്ന് പറയല്ലേ. അങ്ങനെ മരിക്കുമ്പം എന്താണ്, അങ്ങനെ പറഞ്ഞ ആളിനെ ചിലപ്പം പോയി കാണാനുള്ള മനസ്സ് പോലും ഇല്ലാത്ത കട്ടിയുള്ള മനസ്സുള്ളവരായിരിക്കും. അത് അവരെയും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത്രമാത്രം വലുതായിരിക്കാം അല്ലേ. ചില മുറിവുകൾ നമ്മുടെ മനസ്സിനേൽക്കുന്ന, ശരീരത്തിനല്ല നമ്മുടെ മനസ്സിനേൽക്കുന്ന ചില മുറിവുകൾ ഒരു മരണത്തിന് പോലും മാറ്റാൻ പറ്റില്ല എന്ന് പറയാം. കാരണം ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യസ്തമാണ്. എനിക്ക് ചെറുതെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്കത് വലിയൊരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ അത്രമാത്രം മുറിവ് നൽകിയ ആളിനെ ഒരു മരണസമയത്ത് പോലും വേണ്ട, കാണണ്ട എന്ന് തീരുമാനിക്കും, മിണ്ടണ്ട എന്ന് തീരുമാനിക്കും അല്ലേ. അത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ചിന്താഗതിയും അവർക്കുണ്ടായ നഷ്ടവും വേദനയും എല്ലാം അനുസരിച്ചിരിക്കും. ഇപ്പം പിണങ്ങുക എന്നുള്ളത് ഒരു ജീവിതത്തിൽ സാധാരണ കാര്യമാണ് അല്ലേ. അപ്പം ഇണങ്ങുക എന്നുള്ളതും ഒരു സാധാരണ കാര്യം തന്നെയാണ്. പിണക്കത്തിൻ്റെ ഓപ്പോസിറ്റ് ഇണക്കമാണെങ്കിൽ ഇണക്കത്തിൻ്റെ ഓപ്പോസിറ്റ് പിണക്കവുമുണ്ട്. അപ്പം നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചിലരോട് പിണങ്ങേണ്ടി വരും. പക്ഷെ ആ പിണക്കം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്കത് ഇണങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പം ആരുടെ ഭാഗത്ത് തെറ്റ് എന്നതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കും. രണ്ടു പേർക്കും പറയുവാൻ ന്യായങ്ങൾ ഒരുപാട് കാണും അല്ലേ. ചിലപ്പോൾ നമുക്കൊന്ന് ഒരു സൈഡ് കേൾക്കുമ്പോർക്ക് അവർ പറയുന്നത് ശരിയാണ്, അടുത്ത സൈഡ് കേൾക്കുമ്പോർക്ക് അല്ല ഇവർ പറയുന്നതാണ്, അല്ലെങ്കിൽ രണ്ട് പേരും പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നും. ചില സമയത്തവർക്ക് ഇത് പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ ഇത് ആരുടെ പക്ഷം പറയും എന്ന കൺഫ്യൂഷൻ വരെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരാറുണ്ട്. അപ്പം പിണക്കം, ചിലർക്ക് പിണങ്ങിയിരിക്കാൻ പറ്റില്ല അധിക നാൾ. അവർക്ക് എങ്ങനെയെങ്കിലും സംസാരിക്കണം എന്നുള്ളതായിരിക്കും. ചിലർക്ക് ഒരു പിണക്കം എന്ന് പറയുന്നത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല കട്ടിയുള്ള മനസ്സ് കാണും. ഞാനൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. എനിക്ക് പിണക്കം വന്നു കഴിഞ്ഞാൽ ഞാനായിട്ട് അങ്ങോട്ട് പോകാറില്ല. പിന്നെ ഇപ്പം എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. പിന്നെ ഞാൻ എൻ്റെ മനസ്സ് തന്നെ പറയും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനൊരു ചിരിയിലൂടെ പിണക്കം മാറ്റാൻ ശ്രമിക്കും. പക്ഷേ കൂടുതലും ഞാൻ വാശി പിടിക്കുന്ന കൂട്ടത്തിലാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നതും എൻ്റെ ഈ ഒരു വാശിയാണ്. പിണങ്ങിയ തന്നെ. പക്ഷെ ചെറിയൊരു കാര്യം മതി അത്രയും നേരത്തെ എത്ര നാൾ ഉണ്ടായിരുന്ന ആ വാശിയും ദേഷ്യമൊക്കെ മാറും. ഇപ്പോൾ എന്നോട് വന്നിട്ട് ചോദിക്കാൻ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ അത്രയും നാളത്തെ പിണക്കവും ദേഷ്യവും എല്ലാം എൻ്റെ ഒരു നിമിഷം കൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് മായും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. അത് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എത്ര വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, എന്നെ എത്ര വേദനിപ്പിച്ച പ്രശ്നമായാലും എന്നോട് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം ആ പ്രശ്നം എൻ്റെ മനസ്സിൽ നിന്നങ്ങ് പോകും. പിന്നെ ഞാൻ മിക്കവാറും അങ്ങോട്ട് കയറി മിണ്ടുന്ന കാര്യം ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിണങ്ങിയാൽ തന്നെയും എൻ്റെ ആത്മാഭിമാനം ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെങ്കിലും കുഞ്ഞിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞ് മിണ്ടും ചെറിയ രീതിയിൽ, എങ്കിലും ആ ഒരു പരിഭവം ഉള്ളിൽ കാണും. അതങ്ങനെ കിടക്കും. പിന്നെ പതുക്കെ അതങ്ങ് മാറിപ്പോവും, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പം ഓരോരുത്തരുടെയും പിണക്കം അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കാം, ആരോടാണ് നമ്മൾ പിണങ്ങുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ചിന്ത വേണം അല്ലേ. നമ്മുടെ വീട്ടിലുള്ളവരോട് എല്ലാവരോടും നമുക്കുള്ള സ്നേഹവും അവരോടുള്ള ഒരു പിണക്കവും എങ്ങനെയാണ്. പിന്നെ നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലേ, അതാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്. അപ്പം അവരോട് പിണങ്ങിയിട്ട് നമ്മൾ അധികം നാൾ നിൽക്കാതിരിക്കുന്നതാണ് നമ്മുടെ മനസ്സിന് നല്ലത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടുമാണ്. അപ്പോൾ അവരുമായിട്ട്
പിണങ്ങുമ്പോൾ അത് നമ്മളെ ശരിക്കും മാനസികമായിട്ട് തകർക്കും. എല്ലാ ദിവസവും ഇതൊരു ഭയങ്കര ചിന്താവിഷയമായി മാറും. കാരണം വെറുതെ ഇരിക്കുമ്പോഴല്ലേ ഈ പിണക്കത്തെക്കുറിച്ച് ചിന്തിക്കും, 10 പേരോട് സംസാരിക്കും അതിനെക്കുറിച്ച്, അല്ലേ? ഇതെങ്ങനെ ഇണങ്ങും എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് വലിയ ഹെഡ് വെയിറ്റ് എന്ന് പറയുന്ന പോലെ എന്നെപ്പോലുള്ള ചിന്താഗതി, കടുത്ത ചിന്താഗതി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ രക്ഷപ്പെട്ടു. അങ്ങനെയുള്ളവർക്ക് സുഖമാണ് ജീവിക്കാൻ. ഇച്ചിരി ആത്മാഭിമാനം കൂടുതൽ തലയിൽ കയറ്റി വെച്ച് അതൊരു നല്ല കാര്യമല്ല. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എൻ്റെ ആ ഒരു സ്വഭാവം നല്ലതല്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. പെട്ടെന്ന് തോറ്റു കൊടുക്കില്ല എന്നുള്ള ഒരു മൈൻഡ്. അപ്പം അത് എല്ലായിടത്തും നല്ലതല്ല. ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്നൊരു ചിന്താഗതി ഒരിക്കലും കുടുംബജീവിതത്തിന് യോജിച്ചതല്ല. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും എൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചും എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാൻ ആരുടെയും മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു ഓവറായിട്ടുള്ള മനസ്സിൻ്റെ ചിന്താഗതി. അത് ഞാനിപ്പോൾ മനസ്സിലാക്കി കുറേ ഇങ്ങനെ റെഡിയാക്കി വരുന്നുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇപ്പോഴും എന്നെ അറിയാവുന്നൊരു നിൻ്റെ സ്വഭാവം അങ്ങനല്ലേ എന്നാ ഞാൻ പറയാം. നിങ്ങൾ കണ്ട ആൾ പണ്ടത്തെ ആളാണ്, ഇപ്പോൾ അതൊന്നുമല്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പിണക്കമൊന്നും അധികം സൂക്ഷിക്കാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള കുറച്ച് സ്ത്രീജനങ്ങളുണ്ട്, അങ്ങനെ പറയട്ടെ. സ്ത്രീജനങ്ങൾ എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമാണ്. അവർക്കങ്ങനെ പിണക്കം അങ്ങനെ സൂക്ഷിക്കുക, അവരെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലൊന്നും അത് ആ ഒരു സമയത്തേക്കോ ഇല്ലാതെ മനസ്സിൽ അങ്ങനെ വെക്കാറില്ലത്. അവരതിനെ കൂളായിട്ട് കൈകാര്യം ചെയ്യും. ചില മരുമക്കളും അമ്മായിയമ്മയൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയും ഭർത്താവിൻ്റെ അമ്മ, അത് അമ്മായിയമ്മയായിട്ട് ഉള്ളവർ ഭയങ്കര കാര്യമാണ്. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പക്ഷേ അത് അപ്പോഴത്തെ കാര്യമുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ ഭയങ്കര ക്ലോസാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കണ്ടോ, അവളെയൊക്കെ കണ്ടുപിടിക്കും എന്ന് പറയും. അതുപോലെ തന്നെ അവളെ മാത്രമല്ല അമ്മയും കണ്ടുപിടിക്കണം എന്ന് ഞാൻ പറയും. മോളെ എന്നല്ലാതെ അങ്ങനെ മോളെ അല്ലെങ്കിൽ പ്രീത എന്നുള്ളതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം അവർ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു നയത്തിലങ്ങനെ പോവുകയാണ്. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം, അതൊക്കെ അങ്ങനെ നീണ്ടു പോകുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. അപ്പം പിണക്കം ഉണ്ടായാൽ അത് ഇണങ്ങാനുള്ള നമ്മുടെ മനസ്സാണത്. അവരുടെ ആ മനസ്സിൻ്റെ പ്രത്യേക ഗുണമാണത്. ഞാൻ എപ്പോഴും വിചാരിക്കും. എൻ്റെ അനിയനും പറയും, നീ ചേച്ചിയെ കണ്ടുപിടിക്കുക എന്ന് പറയും. ഞാൻ പറയാം, എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ആകാൻ പറ്റുമോ? അതല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം പിണങ്ങുന്നവർ ഇണങ്ങാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. പിന്നെ എങ്ങനെ ഇണങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഞാൻ എന്നുള്ള ഭാവം ഇച്ചിരി മാറ്റി വയ്ക്കണം കുറച്ച് നേരത്തേക്ക്. പിന്നെ നമുക്ക് പിണക്കമൊക്കെ സൂക്ഷിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരിക്കലും ഭാര്യയോടും ഭർത്താവിനോടും വേണ്ട. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ മൂന്നാമതൊരാളായിട്ട് കണ്ടാൽ മാത്രം മതി. അപ്പം അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇണങ്ങണം. അതിന് ചിലപ്പോൾ ഒന്ന് ചിരിച്ചാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോഴോ നമ്മുടെ മുഖത്തുള്ള ചമ്മലും ഒക്കെ കാണാൻ കഴിയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അവർക്ക് പിണക്കം മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ നമുക്കൊന്ന് ചിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ അവർക്ക് നമ്മൾ ആരോടാണോ പിണങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളോട് ആരാണോ പിണങ്ങിയിട്ടുള്ളത്, അവരുടെ ഇഷ്ടങ്ങൾ നമുക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഇഷ്ടങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു മൈൻഡ് കാണിക്കുക. പിന്നെ അങ്ങ് കയറി അങ്ങ് മിണ്ടിയേക്കുക, അതാണ് വേണ്ടത്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ മനസ്സ് ശരിക്കും ശാന്തമാകും. ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ ഇരുന്ന് കുത്തി നോവിക്കുന്ന ഒന്നാണ് ഈ പിണക്കങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യത്തെ ദിവസം വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി. അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊരു ഘട്ടമായിട്ട് പോകും. ഒരു 2-3 ദിവസങ്ങളിൽ ആ പിണക്കങ്ങൾ മാറ്റാം, അല്ലേ? എന്തായാലും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളാണ് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ലോകത്ത് മറ്റൊരാളെ കയറ്റി വിടണ്ട. നിങ്ങൾ പരസ്പരം പറഞ്ഞും ചിരിച്ചും കളിച്ചുമൊക്കെ അങ്ങ് ആ പിണക്കമൊക്കെ മാറ്റിയെടുക്കുക, അല്ലേ? അപ്പം 2 പേരും ഹാപ്പി. അല്ലെങ്കിൽ 2 പേരുടെയും ജീവിതത്തിൽ അത്രയും ദിവസം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും.
മനസ്സും വെറുതെ ഇരുന്ന് ചിന്തിക്കും. ചിലപ്പോൾ ഈ പിണക്കങ്ങളുടെയൊക്കെ തുടക്കം ചെറുതാണെങ്കിലുണ്ടല്ലോ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ കയറി വരും. അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതിലും നല്ലത് ആ ചെറിയ ചെറിയ പിണക്കങ്ങൾ അങ്ങ് മാറ്റി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ശരിയല്ലേ?